ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ്. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ അജിസ. ഞാനാണ് നിങ്ങളുടെ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. ഓക്കെ, സോ ഈ ഒരു മൊത്തം ഏരിയാസിൽ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ആസ്പെക്ട്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക, സംശയങ്ങളൊക്കെ തീർക്കുക, എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ പഠിക്കാം. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ഒട്ടും സമയം കഴിയണ്ട, പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊത്തം 6 ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്റർ 1 എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ ആണ്. സോ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ മീനിങ്ങും ഡെഫിനേഷനാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നോക്കുന്നത്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ദെൻ കമ്പനീസിൻ്റെ ടൈപ്സ് അല്ലെങ്കിൽ കൈൻഡ്സ് ഓർ ടൈപ്സ് ഓഫ് കമ്പനീസ്, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ്. കമ്പനി ഏതൊക്കെ തരത്തിലുണ്ട്, ഏതൊക്കെ ക്ലാസിഫിക്കേഷനിലാണ് കമ്പനീസ് വരുന്നത്. ദെൻ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ ക്യാപിറ്റലിൻ്റെ നേച്ചർ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനിയും ഒത്തിരി ടോപ്പിക്സ് ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്ത് പോകാനുണ്ട്. അത് നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒത്തിരി ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 1 ആണ്, അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ. The joint stock company has come to in existence over the limitations of sole trader and partnership firm. Forms of business organizations ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഫേമും സോൾ പ്രൊപ്രൈറ്റർഷിപ്പും, ഈ 2 ഫോമിന്റെയും ഒത്തിരി പരിമിതികൾ ഉണ്ടായിരുന്നു, ലിമിറ്റേഷൻസ്. ഇതെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് എക്സിസ്റ്റൻസിലേക്ക് വന്നിട്ടുള്ള മറ്റൊരു ഫോമാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, സോ the simplest way of describe a joint stock company is that a business organization that is owned jointly by all its shareholders. നമുക്ക് വളരെ സിമ്പിളായി ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ഇതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്, ഓൺ ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും അതിലെ ഷെയർ ഹോൾഡേഴ്സ്, അതിലെ മെമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഷെയർ ഹോൾഡേഴ്സ്. അവർ ജോയിന്റ്ലി ആണ് ഈ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഓൺ ചെയ്യുന്നതും. Okay, so a company usually raises its capital in the form of shares. ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്പനി അവർക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ എമൗണ്ട് റേസ് ചെയ്യുന്നത് ഷെയർസിലൂടെയും ഡിബഞ്ചേഴ്സിലൂടെയുമാണ്. ഇതിൽ ഷെയർസിനെ നമുക്ക് ഷെയർ ക്യാപിറ്റൽ എന്നും ഡിബഞ്ചേഴ്സിലൂടെ ആണെങ്കിൽ അതിനെ നമുക്ക് ഡെപ്റ്റ് ക്യാപിറ്റൽ എന്നും വിളിക്കാം. ഓക്കെ, ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ് കമ്പനി ആ കമ്പനിക്ക് ആവശ്യമായ ക്യാപിറ്റൽ സ്വരൂപിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, അതിനെ ഷെയർ ക്യാപിറ്റൽ എന്നും. അഥവാ ഡിബഞ്ചർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡിബഞ്ചർ കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്തിട്ടാണ് ഒരു കമ്പനി ആ കമ്പനിക്ക് ആവശ്യമായ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, അതിനെ നമുക്ക് വളരെ കൃത്യമായി വിളിക്കാൻ പറ്റുന്ന ഒരു പേരാണ്, ദാറ്റ് ഈസ് ഡെപ്റ്റ് ക്യാപിറ്റൽ. ക്ലിയർ ആണോ? ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് നമുക്ക് അതിനെ വിളിക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡെഫിനിഷൻ ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഓക്കെ, വളരെ വ്യക്തമായി പഠിക്കേണ്ടതാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഡെഫിനിഷൻ. ദ കമ്പനീസ് ആക്ട് 1956 defines a joint stock company as an artificial person created by law having separate legal entity from its owner with perpetual succession and a common seal. ഇന്ത്യൻ കമ്പനീസ് ആക്ട് ഓഫ് 1956 ഡിഫൈൻ ചെയ്തിട്ടുള്ളത് കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഓക്കെ, കൃത്രിമമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ക്രിയേറ്റഡ് ബൈ ലോ, നിയമം മൂലമാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിയമമാണ് അതിന്റെ ക്രിയേഷൻ, നിയമമാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. നമ്മളെയൊക്കെ പോലെ സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ മെമ്പേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് വ്യത്യസ്തമായ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ഉണ്ട് അതിന്റെ ഓണറിൽ നിന്ന്. ഓക്കെ, വിത്ത് പെർപെച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക്
ആ ഒരു കമ്പനിയുടെ പേരിൽ എന്ത് വാങ്ങിക്കാം? അസറ്റുകൾ വാങ്ങിക്കാം, കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാം, ഇതെല്ലാം ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു കമ്പനിക്കെതിരെ കേസ് കൊടുക്കാം, മറ്റുള്ള ആളുകൾക്ക് ആ കമ്പനിക്ക് എതിരെ കേസ് കൊടുക്കാം, ഇതെല്ലാം സാധിക്കും. നമ്മൾക്കൊക്കെ സിഗ്നേച്ചർ ഉണ്ടല്ലേ? നമ്മളിപ്പോ ഒരു കാര്യം എഴുതി നമ്മളുടെ ഒരു സിഗ്നേച്ചർ കൂടി കൊടുക്കുമ്പോഴാണ് അതിനൊരു വാലിഡിറ്റി ഉണ്ടാകുന്നത്. അതുപോലെ കമ്പനിയുടെ കാര്യങ്ങൾ വാലിഡ് ആവുന്നത് കമ്പനിയുടെ സിഗ്നേച്ചർ യൂസ് ചെയ്യുമ്പോഴാണ്. സോ കമ്പനിയുടെ സിഗ്നേച്ചർ എന്താണ്? ദാറ്റ്സ് എ കോമൺ സീൽ. ഓക്കെ, ക്ലിയർ അല്ലേ ഡെഫിനിഷൻ? സോ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ the Companies Act 1956 defines the joint stock company as an artificial person created by law having separate legal entity from its owner with perpetual succession and a common seal. Clear അല്ലേ? ഇനി Companies Act of 2013 Companies Act section 220 കമ്പനിയെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ a company incorporated under this act or under any previous Companies Act. ഒരു കമ്പനി അത് ഈ ഒരു ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതായിരിക്കണം. രജിസ്റ്റർ മീൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ഇൻകോർപ്പറേറ്റ് ചെയ്യുക വെച്ചാൽ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, സോ ഇൻകോർപ്പറേറ്റ് ദാറ്റ് ഈസ് കോൾഡ്, നമുക്ക് എന്ത് പറയാം, ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ അറൈസിങ് ഫ്രം. അതായത് നമുക്ക് എന്തൊക്കെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും? ഒരു കൃത്യമായിട്ടുള്ള കമ്പനി രജിസ്റ്റർ ചെയ്ത ഒരു ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും അല്ലെങ്കിൽ പ്രീവിയസ് ഏതെങ്കിലും കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്താലും മതി. അങ്ങനെയാണ് 2013 കമ്പനീസ് ആക്ട് പറയുന്നത്. ഇനി അക്കോർഡിംഗ് ടു ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലി, അദ്ദേഹം എന്താണ് കമ്പനിയെ കുറിച്ചിട്ട് പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം. A company is an association of many persons who contribute money or money's worth to a common stock and employed in some trade or business and who share the profit and loss arising therefrom. Okay, അതായത് ഇവിടെ കമ്പനീസ് ആക്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആളുകളുടെ മെനി പേഴ്സൺസ് എന്താണ് ഒരു അസോസിയേഷൻ ആണ്. അവരെന്താണ് ഈ ഒരു അസോസിയേഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, മണി അല്ലെങ്കിൽ മണിക്ക് തുല്യമായത്. ഓക്കെ, മണി ഓർ ഇൻ കൈൻഡ് ആയിട്ടുള്ളതും ഇതിലേക്ക് നമ്മൾ ക്യാപിറ്റലായിട്ട് കൂട്ടാറുണ്ട്, ഒരു കോമൺ സ്റ്റോക്കിലേക്ക് കൂട്ടും. അതായത് അവർ ക്യാപിറ്റൽ ഫോർമേറ്റ് ചെയ്യാണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ സം ട്രേഡ് ഓർ ബിസിനസ്, എന്തെങ്കിലും കച്ചവടത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ചെയ്യാനോ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഹു ഷെയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസസ് അറൈസിങ് ദെയർഫ്രോം, ഇതിലൂടെ ഈ ബിസിനസ് അല്ലെങ്കിൽ ട്രേഡിലൂടെ ലഭ്യമായിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ടാവില്ല, ഒരു പ്രോഫിറ്റ്, ലാഭം, ആ ലാഭം അല്ലെങ്കിൽ നഷ്ടം, ബിസിനസ് ആകുമ്പോൾ ലാഭം ഉണ്ടാവും നഷ്ടം ഉണ്ടാവും, ഇത് അവരെന്ത് ചെയ്യും? ഹു ഷെയർ, അവരത് പങ്കുവെക്കും, അവരത് വീതം വെക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ശ്രദ്ധയോട് കേട്ട് പഠിക്കാം. ഒന്നാമത്തതാണ് ബോഡി കോർപ്പറേറ്റ്. എ കമ്പനി ഈസ് ഫോംഡ് അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ലോ എൻഫോഴ്സ്ഡ് ഫ്രം ടൈം ടു ടൈം. അതായത് നിയമം അനുശാസിക്കുന്നതിനനുസരിച്ച് സമയക്രമേണ നിയമങ്ങളിലും മാറ്റം ഉണ്ടാകാറുണ്ട്. സോ പ്രൊവിഷൻസ് ഓഫ് ലോ സമയാസമയങ്ങളിൽ എൻഫോഴ്സ് ചെയ്തിട്ടുള്ള ആ ഒരു ലോ അനുസരിച്ച് അല്ലെങ്കിൽ ലീഗൽ ഫോർമാലിറ്റീസ് അനുസരിച്ചിട്ടാണ് ഒരു കമ്പനി ഫോം ചെയ്യുന്നത്. അത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ലോസ് അനുസരിച്ചിട്ടാണ്. സമയാസമയങ്ങളിൽ മാറ്റങ്ങൾ ആ ലോസിന് ഉണ്ടാവും. അതനുസരിച്ച് വളരെ കൃത്യമായ ആ ചിട്ടകളോടെ ആ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം ഈ ഒരു കമ്പനി നമ്മൾ ഫോം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനെയാണ് ബോഡി കോർപ്പറേറ്റ് എന്ന് വിളിക്കുന്നത്. 2, ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു, ഒരു കമ്പനിക്ക് അതിൻ്റെ ഓണേഴ്സിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ഓക്കെ, അവിടെ കമ്പനി വേറെയാണ്, കമ്പനിയിലെ മെമ്പേഴ്സ് വേറെയാണ്. ഓക്കെ, ഇവർ ഒന്നാണ് എന്നുള്ളൊരു ചിന്ത ഇവിടെ ഇല്ല. ദർ ഈസ് എ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് ഇറ്റ്സ് ലീഗൽ എൻറ്റിറ്റി. ക്ലിയർ അല്ലേ? അടുത്തതാണ് ലിമിറ്റഡ് ബൈ ലയബിലിറ്റി. The liability of the members of the company is limited to the extent of unpaid amount of shares held by them. എത്രയാണോ നമ്മുടെ ഈ ഒരു കമ്പനിയിലെ ഓരോ ഷെയർ ഹോൾഡറും
ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ എമൗണ്ട് വരെ മാത്രമേ അവർക്ക് എന്തുള്ളൂ, ഒരു ലയബിലിറ്റി, അതായത് അൺപെയ്ഡ് എമൗണ്ട് ഉണ്ട്. അതായത് ഇനിയും നമ്മൾ എത്ര രൂപ കൊടുക്കാനുണ്ട്, ഇപ്പം 100 രൂപയാണ് ഒരു ഷെയറിനെങ്കിൽ അതിൽ 70 രൂപയോളം എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇനി 30 രൂപയാണ് കൊടുക്കാനുള്ളത്. ആ 30 രൂപയുടെ ലയബിലിറ്റി മാത്രമേ അതിലെ മെമ്പേഴ്സിനുള്ളൂ, അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനുള്ളൂ. സോ ദ ഷെയർ ഹോൾഡേഴ്സ് ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് അപ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് അൺപെയ്ഡ് എമൗണ്ട് ഓഫ് ദ ഷെയർസ് ഹെൽഡ് ബൈ ദം. അവർ കൈവശം വെച്ചിട്ടുള്ള ഷെയർസിൽ ഇനി എത്ര രൂപയാണോ അവർ കൊടുക്കാനുള്ളത് അത്ര വരെ മാത്രമേ അതിലെ മെമ്പേഴ്സിന് ആ കമ്പനിയോട് എന്തുള്ളൂ, ബാധ്യതയുള്ളൂ, ലയബിലിറ്റി ഉള്ളൂ. ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ്, പെർപെച്വൽ സക്സഷൻ. പെർപെച്വൽ സക്സഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഈസ് ബോൺ ഔട്ട് ഓഫ് ലോ. നിയമത്തിലൂടെയാണ് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ജനിക്കുന്നത്. സോ ദ ഓൺലി വേ ഫോർ ദ കമ്പനി ടു എൻഡ് ബൈ ദ ഫങ്ഷനിങ് ഈസ് ഓഫ് ലോ. അതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ അവസാനം അല്ലെങ്കിൽ എൻഡ് എന്ന് പറയുന്നതും ഈ ഒരു ലോയുടെ ഫങ്ഷനിങ്ങിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. സോ ദ ലൈഫ് ഓഫ് എ കമ്പനി ഈസ് ഇൻ നോ വേ റിലേറ്റ് ടു ദ ലൈഫ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഈ ഒരു പെർട്ടിക്കുലർ കമ്പനിയിലെ മെമ്പേഴ്സിന് എന്തെങ്കിലും സംഭവിക്കുന്നത് കൊണ്ട് അതൊരിക്കലും കമ്പനിയുടെ അവസാനമാകുന്നില്ല. കമ്പനി വിൽ കണ്ടിന്യൂ. ഓക്കെ, നിയമം കൊണ്ട് മാത്രമേ കമ്പനിയെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ അതിലെ മെമ്പേഴ്സിന് എന്തെങ്കിലും സംഭവിച്ചത് കൊണ്ട് എന്താവുന്നില്ല, കമ്പനിയുടെ ലൈഫ് ഒരിക്കലും എഫക്റ്റ് ആവുന്നില്ല. ക്ലിയർ അല്ലേ? അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് കോമൺ സീൽ. The company being an artificial person cannot sign its name by itself. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ഇറ്റ്സ് നോട്ട് എ റിയൽ പേഴ്സൺ. ഓക്കെ, അതുകൊണ്ട് തന്നെ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. Therefore, every company is required to have its own seal which act as an official signature of the company. അതുകൊണ്ട് എല്ലാ കമ്പനിക്കും അതിൻ്റെ പേരിൽ എന്ത് വേണം, ഒരു സീല് വേണം. ഓക്കെ, അതാണ് കമ്പനിയുടെ ഒഫീഷ്യൽ സിഗ്നേച്ചറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ദ ഷെയർസ് ഓഫ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ. അതായത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലെ ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ബട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിലെ ഷെയർസ് ഇറ്റ്സ് നോട്ട് freely transferable, there are restrictions. Okay, അടുത്തത് may sue or be sued. ഒരു കമ്പനിക്ക് അതൊരു ലീഗൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ can enter into contracts and can enforce the contractual rights against others. Okay, കമ്പനിക്ക് കരാറുകളിൽ ഏർപ്പെടാനും ഏതെങ്കിലും രീതിയിലുള്ള കോൺട്രാക്ച്വൽ റൈറ്റ്സിലൊക്കെ ഏർപ്പെടാനും സാധിക്കും മറ്റുള്ളവരുമായിട്ട്. ഓക്കെ, സോ ഈ ഒരു കമ്പനിക്ക് മറ്റുള്ള ആളുകളുടെ പേരിൽ കേസ് ഫയൽ ചെയ്യാം, ദേ ക്യാൻ സ്യൂ, ആൻഡ് മറ്റുള്ള ആളുകൾക്ക് ഈ കമ്പനിക്കെതിരെയും കേസ് കൊടുക്കാൻ പറ്റും. അതാണ് ഇറ്റ് ക്യാൻ സ്യൂ ആൻഡ് ബി സ്യൂഡ് ഇൻ ഇറ്റ്സ് നെയിം. ഓക്കെ, കമ്പനിക്കെതിരെയാണ് കേട്ടോ, കമ്പനിയിലെ മെമ്പേഴ്സിനെതിരെയല്ല. ഇഫ് ദർ ഈസ് എ ബ്രെച്ച് ഓഫ് കോൺട്രാക്ട് ബൈ ദ കമ്പനി, അതായത് കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കോൺട്രാക്റ്റുകളിൽ എന്തെങ്കിലും ബ്രെച്ച്, നിയമലംഘനങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് തീർച്ചയായും എന്ത് ചെയ്യാൻ പറ്റും, സ്യൂ ചെയ്യാനും മറ്റുള്ളവരാൽ കമ്പനിക്കും എന്ത് ചെയ്യാൻ പറ്റും, സ്യൂഡ് ആവാനും സാധിക്കും. കമ്പനിക്കെതിരെയും കേസുകൾ വരാൻ വേണ്ടിയിട്ട് പറ്റും ഇൻ ദ കേസ് ഓഫ് ബ്രെച്ച് ഓഫ് കോൺട്രാക്ട്, അതായത് കോൺട്രാക്റ്റ് ലംഘിക്കപ്പെട്ടാൽ, വയലേറ്റ് ചെയ്യപ്പെട്ടാൽ. ഓക്കെ, അടുത്തത് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ക്യാൻ റേസ് ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ബൈ ഇഷ്യൂയിങ് ഇറ്റ്സ് ഷെയർസ്. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് ആ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്തിലൂടെ റേസ് ചെയ്യാൻ സാധിക്കും, ആ കമ്പനിയുടെ ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തുകൊണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ? അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് മാനേജ്മെൻറ്റ്. കമ്പനിയുടെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്? മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി has a democratic management which is managed by the elected representatives of shareholders. അതായത് കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആണ് കമ്പനി എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. ഈ
കമ്പനിയുടെ ഡയറക്ടേഴ്സിനെ എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? അതൊരു ഡെമോക്രാറ്റിക് മാനേജ്മെന്റിലൂടെയാണ്, ജനാധിപത്യപരമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. കാരണം ആ ഒരു കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സിന്റെ എല്ലാവരുടെയും വോട്ടിങ്ങിലൂടെയാണ് അതിൽ എന്ത് സംഭവിക്കുന്നത്? ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുക. ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഡയറക്ടേഴ്സ് ആയിട്ട് വരുന്നത്. സോ ഇറ്റ്സ് വെരി ഡെമോക്രാറ്റിക്. റെഡി? അപ്പോൾ ഇത്രയുമാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ദ ഫീച്ചേഴ്സ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഏതൊക്കെയാണ്? ബോഡി കോർപ്പറേറ്റ് ആണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, പെർപെക്ച്വൽ സക്സഷൻ ആണ്, കോമൺ സീൽ ഉണ്ട്, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ഉണ്ട്, മേ സ്യൂ ഓർ ബി സ്യൂഡ്, ക്യാപിറ്റൽ, മാനേജ്മെന്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കൈൻഡ്സ് ഓഫ് കമ്പനീസ് ആണ്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കമ്പനീസ്. ഏതൊക്കെ തരത്തിലുള്ള കമ്പനികൾ ഉണ്ട്? ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി of its members, the companies can be classified into the following categories. കമ്പനിയുടെയും മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ, ബാധ്യതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കമ്പനിയെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഓക്കെ, there are 3 kinds of companies. 1. Companies limited by shares. ഒന്നാമത്തെ എന്താണ്? കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. ഷെയറിലാൽ ലിമിറ്റഡ് ആണ്. These are companies in which the liability of its members is limited to the extent of the nominal value of shares held by them. Okay, nominal value is face value. ആ ഒരു ഷെയറിൻ്റെ വാല്യൂ. ഓക്കെ, ഇപ്പോൾ ഒരു ഷെയറിന് 10 രൂപയാകാം, 100 രൂപയാകാം, അതാണ് അതിൻ്റെ നോമിനൽ വാല്യൂ. ഓക്കെ, സോ ഷെയർ ഹോൾഡേഴ്സ് ഹെൽഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഷെയർസിൻ്റെ നോമിനൽ വാല്യൂ എത്രയാണോ അത്രയുമാണ് ആ ഒരു മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്. അതിൽ കൂടുതലൊന്നുമില്ല. The liability of its members is limited to the memorandum of association and the amount unpaid on the shares. ഓരോ മെമ്പറും ഇനി എത്ര രൂപയാണ് ആ ഒരു ഷെയറിലേക്ക് ഇനി പേ ചെയ്യാനുള്ളത്, അത്ര വരെ മാത്രമേ അവരുടെ ലയബിലിറ്റി ആയിട്ട് നിലനിൽക്കുള്ളൂ. ദ എമൗണ്ട് അൺപെയ്ഡ് ഓൺ ഷെയർസ്. ഒരു 100 രൂപയുടെ ഷെയറിൽ നമ്മൾ 70 രൂപ അടച്ചിട്ടുണ്ട്, ഇനി 30 രൂപയും കൂടി അടയ്ക്കാനുണ്ട്. സോ ആ 30 രൂപ മാത്രമേ അവരുടെ എന്തുള്ളൂ? ലയബിലിറ്റി ആയിട്ടുള്ളൂ. അങ്ങനെ അൺപെയ്ഡ് എമൗണ്ടിൻ്റെ മുകളിൽ മാത്രം ലയബിലിറ്റി ഉള്ളതാണ് എന്ത്? കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. ഇപ്പം ഷെയർസ് എത്രയാണെന്നാണ് നോക്കുക. ഷെയറിൻ്റെ നോമിനൽ വാല്യൂ എത്രയാണ്, അതിൽ എത്ര രൂപ നമ്മൾ അടയ്ക്കാനുണ്ട്, അത് മാത്രം നോക്കിയാൽ മതി. ഏതിൽ? കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുമ്പോൾ. ഓക്കെ, റെഡി അല്ലേ? അടുത്ത ഒരു ടൈപ്പ് എന്ന് പറയുന്നത് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഇൻ ദിസ് കേസ് the liability of the members is limited to the amount they undertake to contribute in the event of the company is being wound up. Okay, so most non-profit organization and charitable societies follow this pattern. Such companies may or may not have share capital. ഇത്തരം കമ്പനികൾക്ക് ബേബി ഷെയർ ക്യാപിറ്റൽ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. കൂടുതലും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള ചാരിറ്റബിൾ സൊസൈറ്റീസ് ആണ് ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ. കമ്പനീസ് ലയബിലിറ്റി അത് ലിമിറ്റഡ്, കമ്പനി ലിമിറ്റഡ് ബൈ ഇറ്റ്സ് ഗ്യാരണ്ടി. ഓക്കെ, അതായത് അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നിലകൊള്ളുന്നത്? ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദ എമൗണ്ട് ദേ അണ്ടർടേക്കൺ ടു കോൺട്രിബ്യൂട്ട് ഇൻ ദ ഈവന്റ് ഓഫ് ദ കമ്പനി ഈസ് ബീങ് വൗണ്ട് അപ്പ്. ഓക്കെ, അടുത്തതാണ് അൺലിമിറ്റഡ് കമ്പനീസ്. അൺലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയുമ്പോൾ when there is no limit on the liability of its members, the company is called unlimited company. അതായത് ലയബിലിറ്റി, മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റിയുടെ കേസിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലിമിറ്റും ഇല്ല. there is no limit on the liability of members. അത്തരത്തിലുള്ള കമ്പനിയെ നമുക്ക് എന്ത് വിളിക്കാം? അൺലിമിറ്റഡ് കമ്പനി എന്ന് വിളിക്കാം. ഇവിടെ ലയബിലിറ്റിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലിമിറ്റ് വെച്ചിട്ടില്ല. when the company's property is not sufficient to pay off its debts, the private property of its members can be used for the purpose. അതായത് ചില സിറ്റുവേഷൻസിൽ കമ്പനിയുടെ പ്രോപ്പർട്ടീസ് വിറ്റിട്ട് പോലും നമുക്ക് ഈ കടങ്ങൾ വീട്ടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ, ഇൻ ദ കേസ് ഓഫ് അൺലിമിറ്റഡ് കമ്പനീസ്, മെമ്പേഴ്സിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലും വിറ്റിട്ട് അവരെന്ത് ചെയ്യണം? ആ ഒരു പെർട്ടിക്കുലർ ഡെപ്റ്റ് അടച്ചു തീർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കമ്പനീസിൻ്റെ വിളിക്കുന്ന പേരാണ് അൺലിമിറ്റഡ് കമ്പനി. സോ ഇതെല്ലാം ഈ 3 കമ്പനി തന്നെയാണ്, പല തരത്തിലുള്ള കമ്പനീസ് ആണെന്നേ ഉള്ളൂ.
ഒന്ന്, കമ്പനി ഈസ് ലിമിറ്റഡ് ബൈ ഇറ്റ്സ് ഷെയർസ്. രണ്ട്, കമ്പനി ഈസ് ലയബിലിറ്റി ലിമിറ്റഡ് ഈസ് ബൈ ഗ്യാരണ്ടി. ആൻഡ് അൺലിമിറ്റഡ് കമ്പനി. റെഡിയല്ലേ? അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ് കമ്പനീസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 കാറ്റഗറീസ്. ആദ്യം നമ്മൾ ലയബിലിറ്റിയുടെ കേസിലായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം 3 കമ്പനി ആയിരുന്നു. ഏതൊക്കെയായിരുന്നു? ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് അൺലിമിറ്റഡ്. ഇനി നോക്കാൻ പോകുന്നത് ഓൺ ദ ബേസിസ് ഓഫ് മെമ്പേഴ്സ്, അതായത് ഒരു കമ്പനിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കമ്പനീസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, പബ്ലിക് കമ്പനി. രണ്ട്, പ്രൈവറ്റ് കമ്പനി. മൂന്ന്, 1 person കമ്പനി, OPC എന്ന് പറയും. അപ്പം നമുക്ക് നോക്കാം എന്താണ് പബ്ലിക് കമ്പനി. എ പബ്ലിക് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി അല്ലാത്തൊരു കമ്പനിയാണ് എന്ത്? പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. ആൻഡ് is a company which is not a subsidiary of private company. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ സബ്സിഡറിയും അല്ല എന്ത്? പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മീനിങ് ആണ്. പബ്ലിക് കമ്പനി is a company which is not a private company and is not a company which is not a subsidiary of private company. അതായത് ഒരു സ്വകാര്യ കമ്പനിയുടെ സബ്സിഡറിയുമല്ല ഒരു സ്വകാര്യ കമ്പനിയുമല്ല എന്ത്? പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും പ്രൈവറ്റ് കമ്പനി? എ പ്രൈവറ്റ് കമ്പനി is one which by its articles എന്താ പറയുന്നത്? restrictions. There is restriction in the right to transfer its shares. പ്രൈവറ്റ് കമ്പനിയിലുള്ള മെമ്പേഴ്സിന് അവരുടെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓക്കെ, എന്നാൽ പബ്ലിക് കമ്പനിയിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. റെഡി? നെക്സ്റ്റ് വൺ, എ പ്രൈവറ്റ് കമ്പനി മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 2 persons എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് 1 person കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് അവിടെ 2 ആളെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. പബ്ലിക്കിലാണെങ്കിൽ മിനിമം 7 പേരാണ് വേണ്ടത്. പ്രൈവറ്റിൽ മിനിമം 2 പേരെങ്കിലും ഉണ്ടെങ്കിലേ ആ കമ്പനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ഒരു 1 person കമ്പനി ആയിട്ടാണ് ഉള്ളതെങ്കിൽ അതിൽ ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. 3, ലിമിറ്റ്സ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് അപ് ടു 200 ഇൻക്ലൂഡിങ് ഇറ്റ്സ് എംപ്ലോയീസ്. ഒരു പ്രൈവറ്റ് കമ്പനിയിലെ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 200 ആണ്. അത് കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. 200 മെമ്പേഴ്സേ പരമാവധി ഉണ്ടാകാൻ പാടുള്ളൂ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തെ കമ്പനിയാണ് 1 person കമ്പനി. ആദ്യം പബ്ലിക് പറഞ്ഞു, പിന്നെ പ്രൈവറ്റ് പറഞ്ഞു, ഇപ്പം മൂന്നാമത്തത് 1 person കമ്പനി. ഇതിന് ചുരുക്കി നമുക്ക് OPC എന്ന് വിളിക്കാം. സെക്ഷൻ 2 സബ്സെക്ഷൻ 62 of the Companies Act of 2013 defines 1 person company as a company which has only 1 person as a member. ഈ ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ മെമ്പറായിട്ട് ആകെ ഒരൊറ്റ പേഴ്സണേ ഉണ്ടാവുകയുള്ളൂ. റൂൾ 3 ഓഫ് ദ കമ്പനീസ് ഇൻകോർപ്പറേഷൻ റൂൾ 2014 provides that only a natural person being an Indian citizen and resident in India can form 1 person company. ഒരു നാച്ചുറൽ പേഴ്സൺ, നമ്മളെപ്പോലെയൊക്കെയുള്ള ഒരു നാച്ചുറൽ പേഴ്സണ് അദ്ദേഹം ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അതുപോലെ തന്നെ ഇന്ത്യയിൽ റെസിഡൻറ്റും ആയിരിക്കണം. അവർക്കാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക? 1 person കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുക. ദെൻ ഇറ്റ് കനോട്ട് ക്യാരി ഔട്ട് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ്. ഒരു രീതിയിലും നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആക്ടിവിറ്റികളിൽ ഉണ്ടാവാൻ പാടില്ല. ആൻഡ് ഇറ്റ്സ് paid up share capital is not more than 50 lakh. ഈ ഒരു 1 person കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 ലക്ഷത്തേക്കാൾ കൂടാനും പാടില്ല. ഇറ്റ്സ് നോട്ട് മോർ ദാൻ 50 lakhs. ആൻഡ് ഇറ്റ്സ് ആവറേജ് ആനുവൽ ടേൺ ഓവർ ഓഫ് 3 years ഡസ് നോട്ട് എക്സീഡ് 2 crore. അതായത് 3 വർഷത്തെ ആനുവൽ ടേൺ ഓവറിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ഒരിക്കലും 2 കോടിയിൽ കൂടാനും പാടില്ല. ഇത്രയും കണ്ടീഷൻസ് ആണ് എന്ത് ഒരു 1 person കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ നോക്കിയത് ടൈപ്സ് ഓഫ് കമ്പനീസ് ആയിരുന്നു കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോളോയിങ് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ്. കമ്പനീസിനെ ഏതൊക്കെ രീതിയിലാണ് തരം തിരിച്ചിട്ടുള്ളത്? രജിസ്റ്റേർഡ് കമ്പനീസ്, സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്, ഹോൾഡിംഗ് കമ്പനീസ്, സബ്സിഡിയറി കമ്പനീസ്, അസോസിയേറ്റ് കമ്പനീസ്, ഫോറിൻ കമ്പനീസ്, സെക്ഷൻ 8 കമ്പനീസ്. ഇത്തരത്തിലാണ് കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോന്ന് ഏതൊക്കെയാണെന്ന് നോക്കാം.
First one, registered companies. These companies come into existence only when they receive a certificate of incorporation from the registrar of companies, thereby registering themselves under the Companies Act 2013. സോ രജിസ്റ്റേർഡ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി നിലവിൽ വരുന്നത് എക്സിസ്റ്റൻസിലേക്ക് വരുന്നത് എങ്ങനെ മാത്രമേ വരാൻ പറ്റുള്ളൂ? സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. ഇൻകോർപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാം. സോ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ റിസീവ് ചെയ്തൊരു കമ്പനിക്ക് മാത്രമേ എക്സിസ്റ്റൻസ് വേൾഡിലേക്ക് വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സോ ഇത് എന്ത് പ്രകാരമാണ് നടക്കുന്നത്? ഈ ഇൻകോർപ്പറേഷൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആക്ട് വഴിയാണ്. അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനി രജിസ്ട്രാറിൽ നിന്നായിരിക്കണം ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടേണ്ടത്. ഓക്കെ, അതുകൊണ്ട് തന്നെ രജിസ്റ്ററിങ് ദംസെൽസ് അണ്ടർ ദ കമ്പനീസ് ആക്ട് ഓഫ് 2013 നിർബന്ധമാണ്. റെഡിയല്ലേ? അടുത്ത കമ്പനിയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. Such companies are formed by a special act passed by the parliament or central or state legislation. For example, National Highway Authority India. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുമ്പോൾ ഈ ഒരു കമ്പനി ഫോം ചെയ്യപ്പെടുന്നത് നമ്മുടെ പാർലമെൻറ്റിലോ അല്ലെങ്കിൽ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലോ ഒരു പ്രത്യേക നിയമം പാസ്സാക്കിക്കൊണ്ട്, ഒരു ആക്ട് പാസ്സാക്കിക്കൊണ്ടാണ്, പാർലമെൻറ്റിൽ ഒരു ആക്ട് പാസ്സാക്കിക്കൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ കമ്പനി ഫോം ചെയ്യപ്പെടുന്നത്. അതിന് എക്സാമ്പിളാണ് NHA, നാഷണൽ ഹൈവേ അതോറിറ്റി ഇൻ ഇന്ത്യ. ക്ലിയർ അല്ലേ? അടുത്ത ഒരു കമ്പനിയാണ് ഹോൾഡിംഗ് കമ്പനീസ്. എ കമ്പനി വിച്ച് ഓൺസ് വൺ ഓർ മോർ ദാൻ വൺ കമ്പനി ആസ് ഇറ്റ്സ് സിസ്റ്റർ കമ്പനി ആൻഡ് hold more than 50% of their shares is known as a parent or holding company. For example, Tata Group. Tata ഗ്രൂപ്പിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്കിതിൽ പറയാം, ടാറ്റ. സോ ടാറ്റ ഗ്രൂപ്പ് ഇതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഹോൾഡിംഗ് കമ്പനി. അതായത് ഒരു കമ്പനി അതെന്ത് ചെയ്യാണ്? ഒന്നോ അതിലധികമോ കമ്പനീസിനെ എന്ത് ചെയ്യുന്നു? ഓൺ ചെയ്യുന്നു. അതിൻ്റെ ഒരു സിസ്റ്റർ കമ്പനി ആയിട്ട് അത് എന്ത് ചെയ്യാണ്? ഓൺ ചെയ്യുന്നു. അതിൻ്റെ സിസ്റ്റർ കമ്പനി അത് ഓൺ ചെയ്യുന്നു. ആൻഡ് ഹോൾഡ്, എന്നിട്ട് അതിലെ മോർ ദാൻ 50% ഓഫ് ഷെയർസ് എന്ത് ചെയ്യുന്നു? അവർ കൈവശം വെക്കുന്നു. ഈ ഹോൾഡിംഗ് കമ്പനി കൈവശം വെക്കുന്നു. ക്ലിയർ? ഇതിനെ ഇങ്ങനെ കൈവശം വെക്കുന്ന കമ്പനിയാണ് പാരന്റ് കമ്പനി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതായത് ഇതൊരു കമ്പനിയാണ്, അത് ഒന്നോ അതിലധികമോ കമ്പനികളുടെ എന്ത് കരസ്ഥമാക്കുകയാണ്? ദേ ആക്ട് ആസ് എ സിസ്റ്റർ കമ്പനീസ് ആയിട്ട് അവരതിനെ മാറ്റാണ്. എന്നിട്ട് അതിലെ അങ്ങനെ ഓൺ ചെയ്തിട്ടുള്ള കമ്പനീസിൻ്റെ മോർ ദാൻ 50% ഓഫ് ഷെയറും ഇവർ ഹോൾഡ് ചെയ്യാണ്. ഇങ്ങനെയുള്ള കമ്പനീസിനെ വിളിക്കുന്ന പേരാണ് ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ പാരന്റ് കമ്പനി. അടുത്തൊരു കമ്പനിയാണ് സബ്സിഡിയറി കമ്പനി. സച്ച് കമ്പനീസ് ആർ ഓൺഡ് ബൈ അനദർ കമ്പനി എയ്തർ പാർഷ്യലി ഓർ ഹോളി. They are also known as sister companies. For example, subsidiary of Tata Group. ഇപ്പം നമ്മൾ ഹോൾഡിംഗ് കമ്പനി പറഞ്ഞില്ലേ, ഈ ഹോൾഡിംഗ് കമ്പനി കൈവശം വെച്ചിട്ടുള്ള 50% കൂടുതൽ ഷെയർസ് കൈവശം വെച്ചിട്ടുള്ള സിസ്റ്റർ കമ്പനീസിനെയാണ് എന്ത് വിളിക്കുന്നത്? സബ്സിഡിയറി കമ്പനീസ് എന്ന് വിളിക്കുന്നത്. അതായത് ടാറ്റ ഗ്രൂപ്പ് ഓൺ ചെയ്തിട്ടുള്ള കമ്പനീസാണ് സബ്സിഡിയറി കമ്പനീസ് എന്ന് പറയുന്നൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഹോൾഡിംഗ് കമ്പനി ഓൺ ചെയ്യുന്ന മറ്റ് കമ്പനികളെ വിളിക്കുന്ന പേരാണ്. ഈ ഓൺ ചെയ്യാന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടാവാം, അല്ലെങ്കിൽ ഭാഗികമായിട്ട് പാർഷ്യലി ആയിട്ടും ഓൺ ചെയ്യാം, ഹോളായിട്ട് ഓൺ ചെയ്യാം. അതായത് മോർ ദാൻ 50% എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഭൂരിഭാഗവും ഷെയറും ഈ പാരന്റ് കമ്പനിയുടെ കയ്യിലായിരിക്കും, സബ്സിഡറി കമ്പനീസിൻ്റെ ഷെയർസ്. അപ്പോൾ അവർ പറയുന്നതായിരിക്കും അവിടെയുള്ള നിയമങ്ങൾ, അവരായിരിക്കും അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യാം. അടുത്തൊരു കമ്പനിയാണ് അസോസിയേറ്റ് കമ്പനി. അസോസിയേറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ ദീസ് കമ്പനീസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ അതർ കമ്പനീസ് വിച്ച് ആർ നോട്ട് സബ്സിഡിയറി കമ്പനീസ് ആൻഡ് ഇൻസ്റ്റെഡ് ഇൻവോൾവ് എ ജോയിൻറ്റ് വെഞ്ചർ കമ്പനി. അസോസിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് ദീസ് കമ്പനീസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ അതർ കമ്പനീസ് വിച്ച് ആർ നോട്ട് സബ്സിഡിയറി കമ്പനി. ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ ഇൻഫ്ലുവൻസ്ഡ് ആവാണ്, സ്വാധീനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതല്ല, അതായത് അവരൊരു വെഞ്ചർ കമ്പനി, ഓക്കെ, ഇൻസ്റ്റെഡ് ഇൻവോൾവ് എ വെഞ്ചർ, അതായത് ഒന്നിനെ ഓൺ ചെയ്യുന്നില്ല, ഇവിടെ ഇവർ പരസ്പരം അസോസിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
അതായത് മേ ബി രണ്ട് കമ്പനി ഇൻഡിപെൻഡൻറ്റ് കമ്പനിയാണ്, ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായിട്ട് അവരുടെ അസറ്റ്സുകൾ ഷെയർ ചെയ്യുന്നുണ്ട്, മേ ബി ഇൻ ദ ഫോം ഓഫ് ഫൈനാൻഷ്യൽ അസറ്റ്സ്, മേ ബി ഇൻ ദ ഫോം ഓഫ് ടെക്നിക്കൽ അസിസ്റ്റൻസ്. ഓക്കെ, സോ അവർ എന്ത് ചെയ്യാണ്, ഒരു അസോസിയേഷനിൽ വരികയാണ്. ദേ ആർ ജോയിൻ ടുഗെദർ, നോട്ട് ആസ് ടു ഡിഫറെൻറ്റ് ഇൻഡിപെൻഡൻറ്റ് കമ്പനി. ഓക്കെ, സോ ഇവിടെ ഒരാൾ മറ്റൊരാൾ എന്ത് ചെയ്യുന്നില്ല, ഓൺ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് they are getting in a influence and associating, that's all. അടുത്തതാണ് ഫോറിൻ കമ്പനി. ഫോറിൻ കമ്പനീസ് വെച്ചാൽ കമ്പനീസ് വിച്ച് ആർ ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് ഹാവ് എൻ എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് ഇൻ ഇന്ത്യ ആർ നോൺ ആസ് ഫോറിൻ കമ്പനി. ഫോർ എക്സാമ്പിൾ സോണി, അതായത് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ഔട്ട്സൈഡ് ആണ്, കമ്പനി രജിസ്റ്റർ ചെയ്തത് ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് പുറത്താണ്, പക്ഷേ ഇന്ത്യയിൽ അവർക്ക് എന്തുണ്ട്, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ് ഉണ്ട്. അത്തരത്തിലുള്ള കമ്പനീസിന് എന്ത് പറയാം, ഫോറിൻ കമ്പനീസ് എന്ന് പറയാം. അതിൻ്റെ ഇൻകോർപ്പറേഷൻ രജിസ്ട്രേഷൻ ഒക്കെ കമ്പനി ഇന്ത്യക്ക് പുറത്താണ്, പക്ഷേ ആ കമ്പനിക്ക് ഇന്ത്യയിൽ ബിസിനസ് ഉണ്ട്. സോണി അതിനൊരു എക്സാമ്പിളാണ്. ഓക്കെ, സോണി ഇന്ത്യയിലല്ല ഇൻകോർപ്പറേറ്റ് ചെയ്തത്, പക്ഷേ ഇന്ത്യയിൽ സോണിക്ക് എന്തുണ്ട്, ബിസിനസ് ഉണ്ട്. ക്ലിയർ അല്ലേ? അടുത്തൊരു കമ്പനിയാണ് സെക്ഷൻ 8 കമ്പനീസ്. ദീസ് കമ്പനീസ് ആർ നോട്ട് ഫോർ പ്രോഫിറ്റ് companies having charitable objectives of want to promote commerce, art, science, sport, education, research etc. For example, UNICEF India. അതായത് ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടല്ല ഇവർ ബിസിനസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർ കമ്പനീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സെക്ഷൻ 8 കമ്പനീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചാരിറ്റബിൾ ഒബ്ജക്റ്റീവ്സ് ആണ്, വെൽഫെയർ ആണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കൊമേഴ്സിനും ആർട്ടിനും സയൻസിനും സ്പോർട്സിനും എഡ്യൂക്കേഷനും റിസർച്ചിനൊക്കെയാണ് ഇത്തരം കമ്പനികൾ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. ഒബ്ജക്റ്റീവ് വരുന്നത് അതിലൊക്കെയാണ്. എക്സാമ്പിൾ യൂണിസെഫ് ഇന്ത്യ. ക്ലിയർ അല്ലേ? സോ ഏതൊക്കെയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് കമ്പനീസ് വരുന്നത്, ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ് വരുന്നത്? രജിസ്റ്റേർഡ് കമ്പനീസ്, സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്, ഹോൾഡിംഗ് കമ്പനീസ്, സബ്സിഡിയറി കമ്പനീസ്, അസോസിയേറ്റ് കമ്പനീസ്, ഫോറിൻ കമ്പനീസ്, സെക്ഷൻ 8 കമ്പനീസ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ ആണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എ കമ്പനി യൂഷ്വലി റേസ് ദെയർ ക്യാപിറ്റൽ ത്രൂ ദ ഇഷ്യൂ ഓഫ് ഷെയർസ്, സോ ദ കമ്പനീസ് ക്യാപിറ്റൽ ഈസ് കോൾഡ് ഷെയർ ക്യാപിറ്റൽ. ഒരു കമ്പനി ആ കമ്പനിക്ക് ആവശ്യമായ ക്യാപിറ്റൽ പൊതുവെ റേസ് ചെയ്യുന്നത് ആ കമ്പനിയുടെ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ്. അത്തരത്തിൽ ഒരു കമ്പനി ആ കമ്പനിയുടെ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് റേസ് ചെയ്യപ്പെടുന്ന ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് ഷെയർ ക്യാപിറ്റൽ. ക്ലിയർ അല്ലേ? ദ പേഴ്സൺ ഹു ഹോൾഡ് ദ ഷെയർ ഈസ് കോൾഡ് ഷെയർ ഹോൾഡർ. ആരാണോ ഈ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് അവരെ നമുക്ക് ഷെയർ ഹോൾഡർ എന്ന് വിളിക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഷെയർ ക്യാപിറ്റലിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആണ്. ഷെയർ ക്യാപിറ്റൽ പല തരത്തിലുണ്ട്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, അൺകോൾഡ് ക്യാപിറ്റൽ, റിസർവ് ക്യാപിറ്റൽ. ഈ ടേംസ് ഒക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സ്പ്ലെയിൻ ചെയ്യാനായി ചോദിക്കാറുണ്ട്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ authorized capital is the amount of share capital which a company is authorized to issue by its memorandum of association. It is called nominal or registered capital. അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുള്ളതും ഓതറൈസ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ക്യാപിറ്റലാണ് എന്ത്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ മാത്രമേ ഇവർക്ക് റേസ് ചെയ്യാൻ പാടുള്ളൂ, കാരണം ഈ ക്യാപിറ്റലാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഓതറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നോമിനൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ. ഇതിൽ കൂടുതൽ എമൗണ്ട് ഈ കമ്പനിക്ക് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. The company cannot raise more than the amount of capital as specified in the memorandum of association. മെമ്മോറാണ്ടത്തിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ അല്ലാതെ ഒരു രൂപ പോലും കമ്പനിക്ക് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അടുത്ത ക്യാപിറ്റലാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് part of the authorized capital which is actually issued to the public for subscription. The authorized capital is not offered for public subscription is known as unissued capital. For example, എനിക്ക് ഒരു കമ്പനി ഉണ്ട്, എൻ്റെ കയ്യിൽ 50,000 ഷെയർസ് ഉണ്ട്.
ഞാൻ ഒരു ഷെയറിന് 100 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അങ്ങനെ മൊത്തം 50 ലക്ഷം രൂപയാണ് എൻ്റെ ഓതറൈസ്ഡ് ക്യാപിറ്റലായിട്ടുള്ളത്. 50,000 ഷെയർസ്, ഒരു ഷെയറിന് 100 രൂപ, അങ്ങനെ 50 ലക്ഷം റേസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ 50,000 ഷെയറും ഞാൻ ഒരു പക്ഷേ ഒരുമിച്ച് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവില്ല. മേ ബി ഒരു 30,000 ഷെയർസ് ആയിരിക്കും ആദ്യം ഞാൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ മൈ റിക്വയർമെൻറ്റ്സ് ആണ്. എനിക്ക് ഓരോരോ ഘട്ടത്തിലും എത്ര പൈസ എൻ്റെ കമ്പനിക്ക് ആവശ്യമുണ്ട് എന്നതിൻ്റെ ബേസിലായിരിക്കും ഞാൻ ഇഷ്യൂ ചെയ്യുക. സോ 50,000 ഷെയർസിൽ ഞാൻ 30,000 ഷെയർസ് ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ, പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. സോ എനിക്ക് 30 lakhs ആയിരിക്കും കിട്ടുക. അപ്പോൾ റിമൈനിങ് ഉള്ള 20,000 ഷെയർസ് അവിടെ ഇല്ലേ, അതിപ്പോഴും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഇഷ്യൂ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഇഷ്യൂ ചെയ്ത ക്യാപിറ്റലിനെയാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഞാൻ എത്ര ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അങ്ങനെ ഞാൻ ഇഷ്യൂ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ക്യാപിറ്റലാണ് എന്ത്, ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഇത് ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഭാഗമാണ്. ഇതാണ് ആക്ച്വലി ഞാൻ എന്ത് ചെയ്തിട്ടുള്ള ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ പാർട്ടിലായിട്ട് ഞാൻ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇതാണ്. ക്ലിയർ? അങ്ങനെ ഞാൻ ഇഷ്യൂ ചെയ്യാതെ വെച്ചിട്ടുള്ള ഒരു എമൗണ്ട് ഇല്ലേ, 20,000 ഇപ്പോഴും ഞാൻ ഇഷ്യൂ ചെയ്തിട്ടില്ല. അതിനെയാണ് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കുക. ഓക്കെ, അൺഇഷ്യൂഡ് ക്യാപിറ്റൽ പ്ലസ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ചേർത്താലാണ് നമുക്ക് എന്ത് കിട്ടുക, ഓതറൈസ്ഡ് ക്യാപിറ്റൽ കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പോൾ എൻ്റെ കയ്യിൽ 50,000 ഷെയർസ് ഉണ്ടായിരുന്നു. 50,000-ൽ ഞാൻ 30,000 ഷെയർസ് ആണ് ഇപ്പോൾ വിറ്റിട്ടുള്ളത്, ഐ മീൻ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. 50,000-ൽ 30,000 കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്, 20,000 അല്ലേ? അതാണ് അൺഇഷ്യൂഡ് ആയിട്ട് ഇപ്പോൾ ഉള്ളത്. ക്ലിയർ അല്ലേ? അടുത്ത ക്യാപിറ്റലാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഞാനിപ്പോൾ 30,000 ഷെയർ ഞാൻ ഇഷ്യൂ ചെയ്താൽ ഈ 30,000 ഷെയറും ആളുകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ 30 lakh ആണ്. പക്ഷേ 30,000-ന് പകരം 20,000 ഷെയർ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളെങ്കിലോ എനിക്ക് കിട്ടുന്ന ക്യാപിറ്റൽ എത്രയായിരിക്കും, 20 ലക്ഷമായിരിക്കും. അതിൽ 10,000 ഷെയർ ഇപ്പോൾ എന്ത് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതിനെ നമുക്ക് എന്ത് വിളിക്കാം, അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ക്ലിയർ ആണോ? സോ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഇഷ്യൂഡ് ക്യാപിറ്റലിൽ എത്ര ഷെയർസ് ആണോ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തത്, അവർ വാങ്ങിച്ചിട്ടുള്ളത്, ആ ക്യാപിറ്റലിനെ എന്ത് വിളിക്കാം, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. 30,000 ഷെയർ ഞാൻ ഇഷ്യൂ ചെയ്തിട്ട് അതിൽ 20,000 ഷെയർ ആളുകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എത്രയാണ്, 20,000. അതായത് 20,000 × 100 20 ലക്ഷം. ഒരു ഷെയറിന് 100 രൂപ. ക്ലിയർ? ഇനി അടുത്തതാണ് called up capital. It is that part of subscribed capital which has been called up on the shares. അതായത് സബ്സ്ക്രൈബ് ചെയ്ത ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗമാണ് എന്ത്, കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഇപ്പോൾ ഞാൻ ഇഷ്യൂ ചെയ്തിട്ടുള്ളതിൽ 30,000 ആയിരുന്നു ഇഷ്യൂ ചെയ്തത്, അതിൽ 20,000 ആണ് ആളുകൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ 20,000 മുഴുവനും എനിക്ക് ഒറ്റയടിക്ക്, അതായത് 20 ലക്ഷം മുഴുവൻ എനിക്ക് ഒറ്റയടിക്ക് വേണ്ട ആവശ്യമില്ല. ഈ സബ്സ്ക്രൈബ് ചെയ്തവരിൽ നിന്ന് എനിക്ക് വേണ്ട തുക മാത്രം ഞാൻ ഇപ്പോൾ വാങ്ങിച്ചാൽ മതി. അപ്പോൾ ആ വേണ്ട തുക ഞാൻ ചോദിക്കുന്നതാണ് കോൾഡ് അപ്പ് എന്ന് പറയാം. അത് ആക്ച്വലി കോളിംഗ് ഫോർ സബ്സ്ക്രൈബ്ഡ് ചെയ്തിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും നിലവിൽ എത്രയാണോ വേണ്ടത് അത് മാത്രം ഇപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഷെയറിന് 100 രൂപയാണ്. സോ ആ ഷെയറിൻ്റെ ഒരു 70% മാത്രമേ ഞാനിപ്പോൾ വാങ്ങിക്കുന്നുള്ളൂ, അതായത് 70 രൂപ. ഓക്കെ, അപ്പം എനിക്ക് എത്ര രൂപ കിട്ടും, 20,000 × 70 ആണ് എനിക്ക് അവിടെ കിട്ടുക. ക്ലിയർ അല്ല? ഓക്കെ, സോ ആ ഒരു രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. എനിക്കിപ്പോൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ എത്രയാണ് ഇപ്പോൾ നിലവിൽ വേണ്ടത് ഞാനിപ്പോൾ കോൾ ചെയ്യുകയാണ്. അതാണ് എന്ത്, കോൾഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പോൾ എനിക്ക് 7 രൂപ വെച്ച് തന്നാൽ മതി, 70 രൂപ വെച്ച് തന്നാൽ മതി ഇപ്പം നിലവിൽ സബ്സ്ക്രൈബ് ചെയ്തവർ. ബാക്കി 30 അവരിപ്പോൾ തരണ്ട. ഓക്കെ, ചോദിക്കുമ്പോൾ തന്നാൽ മതി. ഇങ്ങനെ 70 ചോദിച്ചു, ഒരു ഷെയറിന് മുകളിൽ 70 രൂപയായിട്ട് 70 ചോദിച്ചിട്ട് ഇവർ എത്രയാണ് ആക്ച്വലി പേ ചെയ്യുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇപ്പോൾ 70 രൂപ ഞാൻ ഒരു ഷെയറിന് 70 രൂപ വെച്ച് ചോദിച്ചിട്ടുണ്ട് 20,000 ഷെയർസിന്. അതിൽ മേ ബി ഒരു ഷെയറിന് അവർ ചിലപ്പം 50 രൂപയായിരിക്കും തരിക. കംപ്ലീറ്റ് ചിലപ്പോൾ തന്നുകൊള്ളണമെന്നില്ല, ചില സമയത്ത് കിട്ടാറുമുണ്ട്. അപ്പോൾ ആക്ച്വലി കോൾ ചെയ്തതിൽ എത്രയാണോ പെയ്ഡ് ചെയ്തത് അതിനെയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. സോ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്തിൻ്റെ പാർട്ടാണ്, കോൾഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ പാർട്ടാണ്. വിച്ച് ഈസ് ആക്ച്വലി റിസീവ്ഡ് ഫ്രം ദ ഷെയർ ഹോൾഡർ. നമ്മൾ ചോദിച്ചതിൽ അല്ലെങ്കിൽ നമ്മൾ കോൾ ചെയ്തതിൽ അവരെത്രയാണോ ആക്ച്വലായിട്ട് പേയ്മെൻറ്റ് നടത്തിയത് അതിനെ നമുക്ക് എന്ത് വിളിക്കാം, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ക്ലിയർ ആണോ? ഇപ്പം 70 രൂപ ചോദിച്ചിട്ട് 50 രൂപയെ തന്നുള്ളൂ എങ്കിൽ 30 രൂപ തരാനില്ലേ?
അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൾസ് ഇൻ അരിയേഴ്സ്. കോൾ ചെയ്തിട്ട് തരാതിരിക്കുന്ന പൈസയെ വിളിക്കുന്ന പേരാണ് കോൾസ് ഇൻ അരിയേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേംസ് ഒക്കെ. കോൾസ് ഇൻ അരിയേഴ്സ് എന്നാണ് അതിനെ വിളിക്കുക. നമ്മൾ ചോദിച്ചിട്ട് കോൾ ചെയ്തിട്ട് തരാത്ത പൈസ, 70 ചോദിച്ചിട്ട് 50 തന്നു, 30 ഇനി തരാനുണ്ട്, ആ 30 എന്ത് കോൾസ് ഇൻ അരിയേഴ്സ് ആയിട്ട് വരിക. അപ്പോൾ എത്ര ഷെയർസിന് മുള്ളത് കിട്ടാനുണ്ടോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾസ് ഇൻ അരിയേഴ്സ് കിട്ടും. റെഡി അല്ലേ? അടുത്തത് അൺകോൾഡ് ക്യാപിറ്റൽ. ഇപ്പോൾ 70 രൂപ, മൊത്തം 100 രൂപയായിരുന്നു ഒരു ഷെയറിന്. അതിൽ 70 രൂപയാണ് ഇപ്പോൾ കോൾ ചെയ്തത്, 30 രൂപ കോൾ ചെയ്തിട്ടില്ല. അങ്ങനെ കോൾ ചെയ്യാത്ത ക്യാപിറ്റലിനെ എന്ത് വിളിക്കാം? അൺകോൾഡ് ക്യാപിറ്റൽ. ദാറ്റ് പോർഷൻ ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിച്ച് ഹാസ് നോട്ട് യെറ്റ് ബീൻ കോൾഡ്. അതായത് നമുക്ക് മൊത്തം 30,000 ഷെയർസ് ഞാൻ ഇഷ്യൂ ചെയ്തു, അതിൽ 20,000 സബ്സ്ക്രിപ്ഷൻ വന്നു. ആ 20,000 ഷെയർ ഹോൾഡേഴ്സ്, 20,000 ഷെയർസ് വാങ്ങിച്ചുള്ള ആളുകളോട് ഞാൻ 70 രൂപ തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതിന് 100 ഇപ്പം വേണ്ട, 70 മതി. ബാക്കിയുള്ള 30 ഇല്ലേ, ആ 30നെ വിളിക്കുന്ന പേരാണ് അൺകോൾഡ് ക്യാപിറ്റൽ, ഇതുവരെയും വിളിക്കാത്ത ക്യാപിറ്റൽ. ഓക്കെ, അടുത്തതാണ് റിസർവ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എ കമ്പനി മേ റിസർവ് എ പോർഷൻ ഓഫ് ഇറ്റ്സ് അൺകോൾഡ് ക്യാപിറ്റൽ ടു ബി കോൾഡ് only in the event of winding up of the company. Such uncalled amount is called reserve capital of the company. അതായത് കമ്പനി ചിലപ്പോൾ എന്ത് വെക്കും, അവർ അൺകോൾഡ് ചെയ്ത്, അതായത് ഇതുവരെയും വിളിക്കാത്ത പണം ഉണ്ടല്ലോ, അപ്പോൾ 30 രൂപ, 70-ലെ 30 രൂപ അത് ഇതുവരെ വിളിച്ചിട്ടില്ല, അൺകോൾഡ് ക്യാപിറ്റലായിട്ട് കിടക്കുകയാണ്. അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത്, okay, company may reserve a portion of its uncalled capital to be called only in the event of winding up. എപ്പോഴാണ് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നത് ആ സമയത്ത് വിളിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന എമൗണ്ട് ആണ് എന്ത്? റിസർവ് ക്യാപിറ്റൽ. അത്തരത്തിലുള്ള അൺകോൾഡ് എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് റിസർവ് ക്യാപിറ്റൽ. വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് വിളിക്കാൻ വേണ്ടി കാത്തു വെച്ചിരിക്കുന്ന ആ ഒരു ക്യാപിറ്റൽ, അൺകോൾഡ് ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് റിസർവ് ക്യാപിറ്റൽ. സോ ഇത്രയുമാണ് എന്ത് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ വരുന്നുണ്ട്, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, അൺകോൾഡ് ക്യാപിറ്റൽ, റിസർവ് ക്യാപിറ്റൽ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടേംസ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി അല്ലേ? ക്ലിയർ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് നേച്ചർ ആൻഡ് ക്ലാസസ് ഓഫ് ഷെയർസ് ആണ്. ഷെയർസിൻ്റെ നേച്ചറും അതിൻ്റെ സ്വഭാവവും അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, ഏതൊക്കെ ക്ലാസ്സസ് ആണെന്നാണ് ഇനി നോക്കുന്നത്. സോ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷെയർ ഈസ് എ യൂണിറ്റ് ഓഫ് ഓണർഷിപ്പ് ദാറ്റ് റെപ്രസെൻറ്റ് ആൻ ഈക്വൽ പ്രൊപ്പോർഷൻ ഓഫ് എ കമ്പനീസ് ക്യാപിറ്റൽ. കമ്പനിയുടെ ക്യാപിറ്റലിന് ഈക്വൽ പ്രൊപ്പോർഷനേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കമ്പനീൻ്റെ ക്യാപിറ്റലിന് ഈക്വലി പ്രൊപ്പോർഷനേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്ത് എ ഷെയർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ യൂണിറ്റ് ഓഫ് ഓണർഷിപ്പ്. നമുക്ക് അതിലൊരു ഓണർഷിപ്പ് ഉണ്ട്, ആ കമ്പനിയിൽ നമുക്കുള്ള ഓണർഷിപ്പിൻ്റെ സിമ്പിളാണ് എന്ത് ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് എ ഷെയർ ഈസ് എ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് ദ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഫോം ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് ഇൻട്രസ്റ്റ് ഇൻ എ കമ്പനി. നമ്മുടെ കമ്പനിയിലുള്ള നമ്മുടെ ഓണർഷിപ്പിൻ്റെ ഒരു ഇൻട്രഷിപ്പ് അല്ലെങ്കിൽ ഓണർഷിപ്പിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇതിലൂടെയാണ്. എത്ര ഷെയർസ് നമ്മൾ ഹെൽഡ് ചെയ്തിട്ടുള്ളതിൻ്റെ ബേസിലാണ്. സോ ദ പേഴ്സൺ ഹു കോൺട്രിബ്യൂട്ട് മണി ത്രൂ ഷെയർസ് ഈസ് കോൾഡ് ഷെയർ ഹോൾഡേഴ്സ്. ആരാണോ ഇതിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷെയർ വാങ്ങിക്കുന്നത് അവരെ വിളിക്കുന്ന പേരാണ് എന്ത് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത്. ആസ് പെർ ദ കമ്പനീസ് ആക്ട് എ കമ്പനി ക്യാൻ ഇഷ്യൂ 2 types ഓഫ് ഷെയർസ്. കമ്പനീസ് ആക്ട് പ്രകാരം ഒരു കമ്പനിക്ക് 2 തരത്തിലുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്ന് പ്രിഫറൻസ് ഷെയറും, 2 ഇക്വിറ്റി ഷെയറും. ഇക്വിറ്റി ഷെയറിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഓർഡിനൽ ഷെയർസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് പ്രിഫറൻസ് ഷെയർസ് എന്നൊന്ന് നോക്കാം. ദ ലോ ഡിഫൈൻസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആസ് ദാറ്റ് പാർട്ട് ഓഫ് ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി വിച്ച് ഫുൾഫിൽസ് ബോത്ത് ദ ഫോളോയിങ് കണ്ടീഷൻ. ഇനി പറയാൻ പോകുന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന ആ ഒരു ക്യാപിറ്റൽ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ക്യാരീസ് എ പ്രിഫറൻഷ്യൽ റൈറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദ ഡിവിഡൻഡ്. കമ്പനിയിലെ ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് ആദ്യം ഇവർക്ക് കൊടുക്കണം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം, അവർക്ക് അതിൽ പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. ആൻഡ് 2 ഇറ്റ് ക്യാരീസ് പ്രിഫറൻഷ്യൽ റൈറ്റ് ഇൻ ദ റിഗാർഡ് ടു ദ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് കൊടുക്കേണ്ടത്. ഓക്കെ,
ഓക്കെ, സോ ഇപ്പം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പോർഷൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തത് ഡെഫിനിഷൻ ഓഫ് ജോയിൻസ് ടു കമ്പനി, ഫീച്ചേഴ്സ് ഓഫ് ജോയിൻസ് ടു കമ്പനി, ടൈപ്സ് ഓഫ് കമ്പനീസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ്, ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി, നേച്ചർ ഓഫ് ഷെയർസ്, അനാലിസിസ്. ഓക്കെ, അതിൻ്റെ നേച്ചർ ഓഫ് ഷെയർസ് വരെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനിയും നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ എന്തൊക്കെ ടോപ്പിക്സിലാണ് വീഡിയോസ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ക്ലാസ്സസും എടുക്കാൻ വേണ്ടി പറ്റും. സോ എക്സാമൊക്കെ ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക, സംശയങ്ങൾ തീർത്തുകൊണ്ട് തന്നെ പഠിക്കുക, ഓരോ കോൺസെപ്റ്റും മനസ്സിലേക്ക് എടുത്തു വെച്ചിട്ട് പഠിക്കുക. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ ബൈ.